ഇവിടെ വന്ന് ജോലി എടുക്കുന്നത് കാണുമ്പോഴാ പണിയെടുത്തിട്ടും മതിയാവുന്നില്ലേ പെണ്ണെ നിനക്ക്? ഈ പശുക്കള് വാലാട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ എന്റെ കൈ ആടിക്കൊണ്ടിരുന്നെങ്കിലേ എന്റെ കൈ മരവിച്ചു പോവുള്ളൂ. ഉച്ചക്കേ ഒരു 20 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? 20 പേർക്കോ? വെജാണോ നോൺ വെജാണോ? നോൺ വെജ് വേണം, പക്ഷെ കുറച്ച് മതി. ചിക്കൻ ഇരിപ്പുണ്ട്, തൽക്കാലം അത് മതിയെങ്കിലും ഓക്കെ. ആരെങ്കിലും ഫ്രണ്ട്സ് വരുന്നുണ്ടോ? ഈ 10-20 പേര് ഒന്നിച്ച് വരുവാണെങ്കിൽ തലേ ദിവസം ഒന്ന് പറഞ്ഞൂടെ വിവേകിന്? എന്റെ ഫ്രണ്ട്സ് വരുന്നൊന്നുമല്ല, ഓൺലൈൻ വഴി വന്ന ഓർഡറാ. അതെ, എനിക്ക് ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ട്, ഹോംലി ഫുഡിന്റെ. ഉണ്ടാക്കി കൊടുത്താലേ അത്യാവശ്യം നല്ല ലാഭം കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഫുഡ് അവര് താനേ വന്ന് കളക്ട് ചെയ്തോണ്ട് പോകും, കൃത്യസമയത്ത് പണവും കിട്ടും. അത് കൊള്ളാലോ. അപ്പൊ ഞാൻ അറിയാത്ത ഇടപാടുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങള് കഞ്ചാവ് കിടത്തല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓർഡർ എടുത്തോട്ടെ? ഓർഡർ എടുത്തോ, പക്ഷേ ഇവിടെ വന്നെ സഹായിക്കണം. അല്ലാതെ അവിടെ ആ സോഫയിലേക്ക് എറിഞ്ഞെളിഞ്ഞ് കിടക്കരുത്. ഇല്ല, ഞാനേ അല്പം വളഞ്ഞു കിടന്നോളാം. ഓർഡർ എടുക്കാനേ. കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ വിവേകിനോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാന്ന്. 2 പേർക്കും വരുമാനമാകുമ്പോ അതൊരു സഹായമാവില്ലേ? എനിക്കാണെങ്കി വീട്ടുജോലി കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒന്ന് പയറ്റി നോക്കിയതാ, സംഗതി കയറി ക്ലച്ച് പിടിച്ചു. ചില ദിവസം നല്ല ഓർഡർ കിട്ടും, ഞാൻ എടുക്കാഞ്ഞിട്ട. എന്നാ ഇതൊരു ബിസിനസ് ആക്കിക്കൂടെ, കാര്യമായിട്ട് തന്നെ? ഇപ്പൊ ഇതിങ്ങനെ പോട്ടെ. അതെ, അപ്പൊ മോൾ ഇറങ്ങിക്കോ. ഇനി ഇപ്പൊ ഇവിടെ നിന്നാലേ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. എനിക്ക് തിരക്കൊന്നുമില്ല, ഭക്ഷണം വെക്കാൻ ഞാനും കൂടി സഹായിക്കാം. പിന്നെ അതൊന്നും വേണ്ട, ഞാൻ സഹായിക്കാന്നേ. പിന്നെ അത്ര നിർബന്ധാണെങ്കിൽ സഹായിക്കാൻ നിൽക്കുന്നതിന്റെ കാശ് എനിക്ക് താ. കേട്ടോ വിവേകേ, നന്ദിനി എന്റെ സഹായത്തിന് നിൽക്കാമെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഹലോ സാർ. വിവേകേ, നന്ദിനി അവിടെ ഉണ്ടോ അതോ പോയോ? നന്ദിനി ആര്യത്തിലെടുത്തുണ്ട് സാർ. ഞാനിപ്പോ അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു, വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം സംസാരിക്കാൻ. എനിക്ക് നന്ദിനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് വേണം. കാര്യം സുദേവനും കുടുംബവും കാലങ്ങളായിട്ട് വളരെ അടുപ്പമുള്ളവരാണെങ്കിലും അവരുടെ യഥാർത്ഥ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ. അതെങ്ങനെയാ സാർ? നന്ദിനിക്ക് എന്തെങ്കിലും സംശയം തോന്നില്ലേ? അല്ലെങ്കിൽ തന്നെ അന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി മാലയിട്ടതിന്റെ ഒരു കേസ് കിടപ്പുണ്ട്. സംശയമൊന്നും തോന്നാത്ത വിധത്തില് ഒന്ന് ചോദിച്ചറിഞ്ഞേ പറ്റൂ. മാത്രമല്ല, നന്ദിനിയുടെ ആധാർ കാർഡും ഒന്ന് വേണം. ആധാർ കാർഡിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. മുമ്പ് നന്ദിനിക്ക് ഫോൺ എടുത്തപ്പോ സൂര്യയുടെ ഫോണിലേക്ക് ആധാർ കാർഡ് അയച്ചിരുന്നു. അത് സൂര്യയുടെ അടുത്തുനിന്ന് വാങ്ങിക്കാം. പിന്നെ എന്തൊക്കെയാ വേണ്ടത് സാർ? അവളുടെ അച്ഛന്റെ അമ്മയുടെയും യഥാർത്ഥ പേര്, വീട്ടുപേര്, അത്രയൊക്കെ കിട്ടിയാ മതി. ബാക്കിയൊക്കെ എനിക്കറിയാം. ശരി സാർ, ഞാൻ നോക്കട്ടെ. വിവേകെ, എത്ര മണിക്കാ ഒരു ഫുഡ് എടുക്കാൻ വരുന്നത്? സമയമുണ്ട്, 1 മണിക്ക് അവര് വരും. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ഉണ്ടാക്കി തീരും. നന്ദിനി, അന്ന് നാട്ടില് സൂര്യയൊക്കെ വന്ന ഒരു അമ്പലമില്ലേ, ആ അമ്പലത്തിന്റെ പേരെന്താ? താന്നിയൂരമ്മേന്നാ ഞങ്ങള് നാട്ടുകാര് പറയുന്നത്. എന്താ? അല്ല, അത് യതീന്ദ്ര സാറിന്റെ തറവാട് വക ക്ഷേത്രമല്ലേ? അപ്പൊ നിങ്ങളും ആ തറവാട്ടുകാരാണോ? അയ്യോ, ഞങ്ങൾ ആ തറവാട്ടുകാരൊന്നും അല്ല. ഞങ്ങളുടെ കുടുംബക്കാര് പണ്ടവിടെ വന്ന് താമസിച്ചിരുന്നാ പറയുന്നേ. അപ്പോ അവിടെ ഉണ്ടായിരുന്ന താന്നിയൂരമ്മ ഞങ്ങളുടെ ദൈവമായി. അപ്പോ നന്ദിയുടെ വീട്ടുപേരെന്താ? ഞങ്ങളുടെ വീട്ടുപേര് വാലിപ്പറമ്പിൽ. വാലിപ്പറമ്പിൽ. അപ്പോ അച്ഛന്റെ പേര് വാലിപ്പറമ്പിൽ സുദേവൻ. അതോ സുദേവന്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല, സുദേവൻ മാത്രമേ ഉള്ളൂ. അല്ല,
ഇതെന്താ ഒരു ചോദ്യം ചെയ്യലൊക്കെ? ഇന്നാളത്തെ പോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ, ഒരു കുഴപ്പമില്ലേ. നമുക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടുപേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഒരു മര്യാദയാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. സത്യം പറഞ്ഞ അമ്മയുടെ പേര് എന്താണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതോടുകൂടി ഞാനത് മതിയാക്കി. ഇനി വേണ്ട. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്റെ അമ്മയുടെ പേര് ലക്ഷ്മി. ലക്ഷ്മി എന്ന് മാത്രമേ ഉള്ളൂ. ആ, അപ്പൊ ഒരു ട്രിക്ക് എനിക്ക് പിടികിട്ടി. നന്ദിനിയെ കൊണ്ടൊരു കാര്യം പറയിപ്പിക്കണമെങ്കിൽ അത് പറയരുതെന്ന് പറഞ്ഞാ മതി, അല്ലേ? ഉം. അതെ, ആരതേടെ കെട്ടിയോന്നൊരു പാവായതുകൊണ്ടാ. അല്ലാതെ എതിർത്ത് പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. എന്നാ പിന്നെ പൊന്നുമക്കളെ വേഗം റെഡിയാക്കാൻ നോക്ക്. ഞാനേ വാഴയില വിട്ട അവർക്ക് പൊതിച്ചോറ് കേട്ടണ്ടേ. ആ, എന്നാ പിന്നെ ചെല്ല്. മൊത്തം എത്ര കറി ഉണ്ടാക്കും? 5 or 6. അത്രയൊക്കെ മതിയോ? ചൂടോടെ ഇതൊക്കെ വാഴയിലാക്കി കെട്ടുമ്പോഴേ അവരെന്താ പറയുന്നറിയോ? ആ മണമൊക്കെ വലിച്ചു കേട്ടിട്ട് എന്താ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയും. അതാണ് ഇതിന്റെ ഒരു ബിസിനസ്. പിന്നെ വൃത്തിയായിട്ട് ഉണ്ടാക്കി കൊടുത്ത നിത്യേന ആവശ്യക്കാരുണ്ടാവും. വാ വാ.